ഹലോ കൂട്ടുകാരെ. ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കുട്ടി വ്ളോഗാണെങ്കിലും കുറച്ചധികം ദിവസത്തെ ക്ലിപ്പിങ്സ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഞങ്ങൾ നാട്ടിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോണേക്കാൾ മുന്നേ ഉള്ള ചെറിയ പ്രിപ്പറേഷൻസൊക്കെ ആയിരുന്നു. രാത്രി കഴിക്കാനുള്ള ഫുഡ്, അതിന് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ നാട് എവിടെയാണെന്നാവും ആദ്യം ചോദിക്കുന്നുണ്ടാവുക. ഞാൻ കേരളത്തിലും ഹസ്ബൻഡ് തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ ഞങ്ങൾ വിഷു ആയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ച് വീടിനകത്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെടി നനച്ചു കൊടുക്കുകയാണ് ഞാൻ. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം കുഞ്ഞു കുഞ്ഞ് ഇങ്ങനത്തെ ചെറിയ ബോട്ടിലിലൊക്കെ ഞാൻ കുറച്ച് ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ്സിനെല്ലാതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണി പ്ലാന്റ് അകത്ത് വെക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ആ പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പോയി വരുമ്പോഴേക്കും ഒന്നും ഉണങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വെള്ളം കുറഞ്ഞു പോകണ്ടാന്ന് കരുതിയിട്ടൊക്കെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ വീട് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. പോയി വന്നാലും ഞാൻ നല്ല ക്ലീനിങ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ കറിയും ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു, പാക്ക് ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ ഞാനും കുട്ടികളുമാണ് ഇവിടെ നിന്ന് പോണത്. ഹസ്ബൻഡ് അവിടെ ഒറ്റപ്പാലത്തു നിന്നാണ്, ആളുടെ ജോലി അവിടെ ആയിരുന്നു. അപ്പം ആ വീക്കിൽ അപ്പോൾ അവിടെ നിന്ന് ആൾ ജോയിൻ ചെയ്യും. അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് എന്താ പറയുക, ഞാനും മക്കളും പപ്പ എന്നെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലോക്കൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചാവക്കാട് വരെ ബസ്സിനാണ് പോയത്. അവിടെ നിന്നും ബസ്സിന് തന്നെയാണ് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കറക്റ്റ് എക്സാക്റ്റ് ടൈം 6:20 6:20 ഞങ്ങൾക്കന്ന് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തി. ഹസ്ബൻഡ് ഒറ്റപ്പാലത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാടെത്തി. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കാനായിട്ട് മറന്നു പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവണ്ണാമല എന്ന് പറഞ്ഞിട്ട് ഒരു ശിവഭഗവാന്റെ ഒരു വലിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഗിരിവലം ചുറ്റാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു 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 ചടങ്ങുണ്ട്. ചടങ്ങല്ല, ഒരു എന്തുവാ അതിനെ പറയാമെന്ന് എനിക്കറിയാം. അത് എല്ലാ മാസം പൗർണമിയിൽ ചെയ്യുന്ന ഒരു ആഘോഷമാണത്. അതാണ്. ഇത് ഞങ്ങളുടെ അപ്പോൾ അങ്ങനെ ഗിരിവലം ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ കൃഷി സ്ഥലമാണ്. ഇവിടെ എൻ്റെ മദർ ഇൻ ലോയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ഹസ്ബൻഡുള്ളപ്പോൾ ഹസ്ബൻഡൊക്കെ പണിയെടുക്കുന്ന ഞങ്ങളുടെ കൃഷി പാടമാണിത്. ഇത് പടവലങ്ങ കൃഷിയാണ്. ഒത്തിരി കൃഷി ഉണ്ടാവാറുണ്ട്. പടവലങ്ങ, ചുരയ്ക്ക, അതുപോലെ ഒത്തിരി കൃഷി എന്തെല്ലാം ഉണ്ടാവാറുണ്ട്. പല പല വഴുതനങ്ങ, നെല്ല് കൃഷി ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കൃഷി സ്ഥലത്തോട്ട് ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് 4 ബ്രദേഴ്സാണ്, 2 സിസ്റ്റേഴ്സും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം അവരുടെ ബ്രദേഴ്സ് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് കൃഷി ഇതാക്കുന്നത്. അപ്പോൾ അവരുടെ പൂക്കൃഷിയൊക്കെ നടത്തുന്ന ചെറിയച്ഛന്മാരുടെ പൂക്കൃഷിയൊക്കെ നടത്തുന്ന പൂക്കൃഷിയൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പാടവും പറമ്പൊക്കെ ചുറ്റി ഭയങ്കര സന്തോഷമുള്ളൊരു കുറച്ച് ദിവസങ്ങളാണ്. കൂട്ടത്തിൽ നാത്തൂൻ്റെ, അതായത് എൻ്റെ സിസ്റ്ററിനോടെ മകളും ഉണ്ടായിരുന്നു. അവളാണ് ഞങ്ങളെ എന്താ പറയുക, അവളുള്ളത് കൊണ്ട് ഞങ്ങളുടെ ദിവസങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലാത്തപ്പോഴും സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം അവള് ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ അവളുടെ കുട്ടികളുമായിട്ടാണ് നടക്കാറ്. അങ്ങനെ നമ്മുടെ പാടം, നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ. പിന്നെ നമ്മുടെ പൂക്കൃഷി, ഇത് നമ്മുടെ സ്വന്തമാണെന്ന് വെച്ചാൽ ചെറിയച്ഛന്മാരുടെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. ആക്ച്വലി ഇതൊന്നും ഒരു ദിവസത്തെ ക്ലിപ്പിങ്ങോ ഒന്നുമല്ല, കുറച്ചധികം ദിവസത്തെ ക്ലിപ്പിംഗ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയത്. എനിക്കതൊരു ഭയങ്കര സന്തോഷം, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ചേട്ടൻ്റെ വൈഫും ചേട്ടനും ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഇതെൻ്റെ നാത്തൂൻ്റെ കുട്ടിയാട്ടോ. അവൾ UKG ആണ്, ഇനി UKGയിലേക്കാണ്. അവളുള്ളത് കൊണ്ടാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ വിഷുവായിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നതുകൊണ്ട് ഹസ്ബൻഡ് പോയിട്ട് പിന്നെ അവളുടെ കുറെ പാട്ടൊക്കെ ഉണ്ട്, അത് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ഇവിടെ കേരളത്തിലോട്ട് തിരിച്ചു വന്നത്. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. വീട്ടിൽ നിന്ന് നമ്മുടെ കൃഷി സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പടവലങ്ങ, വഴുതനങ്ങ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കണ്ടോ, കളറിൽ തന്നെ മനസ്സിലാവില്ലേ, കുറച്ചധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എനിക്ക് കുറച്ച് ഉഴുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഉഴുന്ന് നമ്മുടെ പാടത്ത് തന്നെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതെനിക്ക് പൊട്ടിച്ച് തരും. അവിടെ ഒരു പൊട്ടിക്കുന്ന ഒരു മെഷീൻ പോലത്തെ ഒരു സാധനം ഉണ്ട് അതിൽ. ഇത് പിന്നെ പുളി എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് കേട്ടോ. അത് അമ്മ എനിക്ക് കുറച്ച് തന്നതാണ്. എനിക്കൊരു 2-3 വർഷത്തേക്ക് ഇനി പുളി വേണോ വേണ്ട, അത്രയ്ക്കധികം പുളി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന പഴയ പുളിയും
എനിക്ക് അമ്മ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മറ്റേ എന്തുവാ പറയുന്നത്, ഉണക്കപ്പയറില്ലേ, അത് പൊട്ടിച്ചതാണ് കേട്ടോ. പിന്നെ കപ്പലണ്ടി, പിന്നെ കുറച്ച് പൊന്നിയരി, നമ്മുടെ പാടത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് കൃഷി ചെയ്തിട്ടുള്ള പൊന്നിയരി, പിന്നെ അതുപോലെ പച്ചരി. ഇത് പച്ചരി കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അതൊക്കെ അങ്ങനെ ഒത്തിരി സാധനങ്ങളും കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. അമ്മ എല്ലാ സാധനവും എനിക്ക് തരും. ഞാൻ പോകുമ്പോഴേക്കും എല്ലാം കവർ ചെയ്ത് വെക്കും എൻ്റെ മദറിനിലോ. ഇത് ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാർ. പിന്നെ അമ്മ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് മാങ്ങയും വന്നിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങയൊക്കെ ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ള ഒരു യാത്ര. ഞങ്ങളുടെ വെക്കേഷൻ കുറച്ച് ദിവസം നാട്ടിൽ പോയിട്ട് നിന്ന് അമ്മയുടെയും ചേട്ടൻ്റെയും ചേട്ടത്തിയമ്മയുടെയും ഒക്കെ കൂടെ. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ സന്തോഷങ്ങളൊന്നും എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുലദൈവങ്ങളുടെ അമ്പലങ്ങളിലും ഒത്തിരി അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ തീരാണ് കേട്ടോ. നാടും വീടും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും അടുത്ത വീട്ടിൽ കാണാൻ കൂട്ടുകാരെ. അപ്പം എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.